ശ്രീ വർഗീസ് ജോർജ് നോക്കൂ, ഇനിയിപ്പോൾ ആർ ജെ ഡിയുടെ ഭാവി എന്തെന്നൊരു വലിയ ചോദ്യമുണ്ട്. ഒരു കാര്യം വളരെ സ്പഷ്ടമാണ്, ഇന്നേ വരെ ബി ജെ പിയുമായി ഒരു ഘട്ടത്തിൽ പോലും കൈകോർത്തിട്ടില്ലാത്ത ഇന്ത്യയിലെ അപൂർവം രാഷ്ട്രീയ പാർട്ടികളിലൊന്നാണ് ആർ ജെ ഡി. മറ്റ് പല സോഷ്യലിസ്റ്റ് വിഭാഗങ്ങളെ സംബന്ധിച്ചും അങ്ങനെ ബി ജെ പിയുമായി സഹകരിച്ച ഭൂതകാലമുണ്ടെങ്കിൽ ആർ ജെ ഡി ഒരിക്കലും അതിന് തുനിഞ്ഞിട്ടില്ല എന്ന ഒന്നാമത്തെ കാര്യമുണ്ട്. പക്ഷേ ആർ ജെ ഡി ഈ പുതിയ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ ദുർബലപ്പെടുകയല്ലേ? 75 സീറ്റ് ഉണ്ടായിരുന്നിടത്ത് നിന്ന് 25ലേക്ക് പരിമിതപ്പെട്ടു എന്നുള്ളത് ഞാൻ നമ്പറിന്റെ അടിസ്ഥാനത്തിൽ മാത്രം പറയുന്നതല്ല. യാദവരുടെ മാത്രം പാർട്ടിയായി മാറിയാൽ എങ്ങനെയാണ് ഒരു പാർട്ടിക്ക് എക്സ്റ്റൻസ് ഉണ്ടാവുക? മുമ്പ് MY കോമ്പിനേഷൻ ഉണ്ടായിരുന്നു. ഇപ്പൊ മുസ്ലിങ്ങൾ കൂടുതൽ സ്വത്വരാഷ്ട്ര വാദം ഉന്നയിക്കുന്ന അല്ലെങ്കിൽ സ്വത്വവാദം ഉന്നയിക്കുന്ന രാഷ്ട്രീയ കക്ഷികളുമായി ഐക്യപ്പെടുകയാണ്. അവിടെ MIM-ന്റെ വിജയം ഒരു സൂചനയാണ്. അതുപോലെ ഓരോ സമുദായത്തിനും ഓരോ പാർട്ടി എന്നുള്ള നിലയിൽ OBC വിഭാഗങ്ങളിലെ ഓരോ കാസ്റ്റിനും ഓരോ പാർട്ടി എന്നുള്ള നിലയിൽ ഒരു ഫ്രാഗ്മെന്റേഷൻ വന്നു കഴിഞ്ഞു. അപ്പൊ ഇങ്ങനെയുള്ളൊരു രാഷ്ട്രീയ സാഹചര്യത്തിൽ ഒരു യാദവ പാർട്ടി എന്നുള്ള എക്സിസ്റ്റൻസിന് അപ്പുറത്ത് എന്ത് നിലനിൽപ്പുണ്ട് ആർ ജെ ഡിക്ക്? ശരിയാണ് അഭിലാഷ്, നമ്മുടെ അജണ്ടകളും നയങ്ങളും പുനഃപരിശോധിക്കേണ്ട സമയമായി. ഇവിടെ പറഞ്ഞ പോലെ ഒരു കാസ്റ്റ് ബേസ്ഡ് മൊബിലൈസേഷനാണ് നടന്നത്. ഏറ്റവും അധസ്ഥിതരും പാവപ്പെട്ടവരുമായ ആളുകളെ, ജാതിയുടെ പേരിൽ പുറന്തള്ളപ്പെട്ടവരെ സ്വയം സജ്ജീകരിച്ച് ശക്തിപ്പെടുത്തി മുമ്പോട്ട് കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു ഇതപര്യന്തമുള്ള നയം. പക്ഷേ ഇനിയും ആ കാസ്റ്റ് മൊബിലൈസേഷൻ അപ്പുറത്തെ അതിനെ ട്രാൻസെൻഡ് ചെയ്യുന്ന ഒരു പോളിറ്റിക്സിലേക്ക് പോകണമെന്ന് തോന്നുന്നു. ഞാനിത് വളരെ സെൽഫ് ക്രിട്ടിക്കലായിട്ടാണ് പറയുന്നത്, വളരെ സ്വയം വിമർശനത്തോടെയാണ്. മനോജ് മേനോൻ സാറ് പറയുണ്ടായി മനുഷ്യൻ്റെ ദൈനംദിന സങ്കടങ്ങളെക്കുറിച്ച് ബീഹാറിൽ. അതിന് ഞങ്ങൾ ഉത്തരവാദികളാണ്. 15 വർഷം ഞങ്ങൾ ബീഹാർ ഭരിച്ചു. ഭൂപരിഷ്കരണം നടപ്പാക്കിയോ? ഇന്ത്യയിൽ ഭൂപരിഷ്കരണം നടപ്പാക്കാത്ത ഒരു സ്റ്റേറ്റ് ബീഹാറാണ്. ഡീസൻറ്റ് ഹൗസിങ്, അന്തസ്സുള്ള വീടില്ല, വിദ്യാഭ്യാസമില്ല, പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളില്ല, സോഷ്യൽ ഇൻഡിക്കേറ്റേഴ്സ് വളരെ ബില്ലുമാണ്, പോഷകാഹാരമില്ല, അനീമിക്കാണ്, അണ്ടർ വെയ്റ്റാണ് കുട്ടികൾ. അതുകൊണ്ട് NDAയുടെയോ BJPയുടെയോ കഴിഞ്ഞ 20 വർഷത്തെ ഭരണം മാത്രമല്ല, ഒരു കളക്റ്റീവ് ഫെയിലുറാണ് ഇത്. നമ്മുടെ എല്ലാവരുടെയും ഒരു കളക്റ്റീവ് ഫെയിലുറാണ് ഈ ബീഹാറിനെ, ഗംഗാതടത്തിലെ ഏറ്റവും ശാദ്വലമായ കൃഷിഭൂമിയുള്ള ഈ ബീഹാറിലെ, ഇത്രയേറെ വിഭവങ്ങളുള്ള ബീഹാറിലെ മനുഷ്യരെ ഇത്ര ദയനീയമാക്കിയതിന്. അതുകൊണ്ട് ഞങ്ങളുടെ പാർട്ടിക്ക് ഉത്തരവാദിത്വമുണ്ട്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു അഭിലാഷിൻ്റെ ഒരു ചോദ്യത്തിന് മറുപടിയായിട്ട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ അജണ്ട പുനർനിർണ്ണയിക്കണം. മനുഷ്യൻ്റെ ഡിഗ്നിറ്റി ഓഫ് ഹ്യൂമൻ പേഴ്സൺ, മനുഷ്യാന്തസ്സോടുകൂടി മനുഷ്യർ ജീവിക്കുന്നതിനാവശ്യമായ പുതിയ അജണ്ടകൾ വെക്കണം. ലാൻഡ് റിഫോം വെക്കണം, ഭൂമിയുടെ പരിഷ്കരണം വെക്കണം, എല്ലാവർക്കും വിദ്യാഭ്യാസത്തിനുള്ള സൗകര്യങ്ങളുണ്ടാകണം, ആരോഗ്യം കൊടുക്കണം, എല്ലാവർക്കും നല്ല വീട് കൊടുക്കണം. ഒരു ആധുനികതയിലേക്ക് പോകുന്ന ഒരു അജണ്ട സോഷ്യലിസ്റ്റ് പോളിറ്റിക്സ് പുനർനിർണ്ണയിക്കണം. ഇന്നും ജാതി രാഷ്ട്രീയത്തിൻ്റെ തടവറയിൽ കിടക്കാതെ മുന്നോട്ട് പോകാൻ സാധിക്കണം. എനിക്ക് ശ്രീ ഗോപാലകൃഷ്ണനോട് അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞ നല്ല വാക്കുകൾക്ക് എനിക്ക് വളരെ നന്ദിയുണ്ട്. പക്ഷേ അതിലൊരു കറക്ഷൻ ഞാൻ പറയുകയാണ്. അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ 2 സീറ്റിൽ ലോക്സഭയിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് പടിപടിയായിട്ട് ശാന്തമായിട്ട് പ്രവർത്തിച്ച് ഞങ്ങൾ മുന്നേറി ഇപ്പോൾ രാജ്യം ഭരിക്കുന്നു. പക്ഷേ ആ ശാന്തമായി പ്രവർത്തിക്കുന്നതിനിടയിൽ രാജ്യത്തെ അശാന്തമാക്കിയിരുന്നു. 2 ലോക്സഭാ സീറ്റ് ഉണ്ടായിരുന്ന BJP 500 വർഷങ്ങളായിട്ട് മുസ്ലിമുകൾ ആരാധിച്ചിരുന്ന ബാബറി മസ്ജിദ് ഇടിച്ചു പൊളിച്ചതിനെ ചേർന്നുള്ള അതിനുശേഷമുള്ള തെരഞ്ഞെടുപ്പിൽ 2 സീറ്റിൽ നിന്ന് അവർ 110 സീറ്റിലേക്ക് വളർന്നു. അപ്പോൾ ആ പൊളിറ്റിക്സ് ഓഫ് ട്രാൻസിഷനിൽ ഒരു വർഗീയതയുണ്ടായിരുന്നു. ആ വർഗീയതയിലൂടെയാണ് ഒരു വശത്ത് ഒരു ഹാർഡ് വർക്ക് ഞാൻ സമ്മതിക്കുന്നു. വളരെ വളരെ ഒരു അശ്രാന്ത പരിശ്രമം നടത്തിയ BJP അവരുടെ ഹാർഡ് വർക്ക്. പക്ഷേ മറുവശത്ത് അതിൻ്റെ ഐഡിയോളജി, ദി കമ്മ്യൂണലിസം ഹാസ് ബിക്കം ദ ഡോമിനൻ്റ് ഐഡിയോളജി. ഇതിന് വർഗീയത ഒരു പ്രത്യയശാസ്ത്രമാക്കി മാറ്റിക്കൂടിയാണ് ഈ ഒരു വളർച്ച ഉണ്ടായെന്നുള്ള കാര്യം നമ്മൾ വിസ്മരിക്കാൻ പാടില്ല. ശരി, ആ വിമർശനത്തിന് പ്രസക്തിയുണ്ട്. ഗാന്ധിയൻ സോഷ്യലിസം ആയിരുന്നു 1980-ൽ BJP രൂപം കൊണ്ടപ്പോൾ അതിൻ്റെ ആശയമായി സ്വീകരിച്ചത്. അതിനുശേഷം നടന്ന തെരഞ്ഞെടുപ്പിലാണ് ഈ 2 സീറ്റ് കിട്ടിയത്. പിന്നീട് രാമജന്മഭൂമി പ്രക്ഷോഭത്തിന് ശേഷമാണ് 1989 ആകുമ്പോഴേക്ക് ആ സീറ്റ് നില വർദ്ധിക്കുന്നത് എന്നുള്ളത് ശരിയായിട്ടുള്ള, അതായത് ആ ട്രാക്ക് മാറ്റിയതിന് ശേഷമാണ് ക്ലച്ച് പിടിച്ചത് എന്നുള്ളത് ശരിയായിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ അങ്ങയിലേക്ക് വരാം.